കേരളത്തിന്റെ ഉത്സവ ലഹരിയായ തൃശൂർ പൂരത്തിന് തൊട്ടു മുൻപ് മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം നാടിനെ നടുക്കുന്ന ഒന്നായിരുന്നു. പൂരത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ രാപ്പകൽ അധ്വാനിച്ച ഒരു കൂട്ടം തൊഴിലാളികളുടെ ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ കത്തി അമർന്നപ്പോൾ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒട്ടേറെ പേർ മുന്നോട്ട് വന്നു. ആ സാഹചര്യത്തിലാണ് തൃശൂർ എം പി സുരേഷ് ഗോപി ദുരന്തബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ചത്. തന്റെ പരേതയായ മകൾ ലക്ഷ്മി സുരേഷ് ഗോപിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയാണ് അദ്ദേഹം ഈ സഹായം എത്തിക്കുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ച ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. പൂരങ്ങളുടെ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റുന്ന തൃശൂർ ജനതയ്ക്ക് ആ പാരമ്പര്യം നിലനിർത്താൻ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരോടുള്ള ഉത്തരവാദിത്തമാണ് ഈ കാരുണ്യ പ്രവൃത്തിയെന്ന് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് അപകടത്തിൽ തകർന്നുപോയ കുടുംബങ്ങൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി എം പി തന്റെ കുടുംബ ട്രസ്റ്റ് വഴി ധനസഹായം പ്രഖ്യാപിച്ചത്. കേവലം ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരി സാമൂഹികപരമായ ഉത്തരവാദിത്വവും മാനസികമായ പരിഗണനയുമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. തന്റെ പരേതയായ മകൾ ലക്ഷ്മി സുരേഷ് ഗോപിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ട്രസ്റ്റ് വഴി ഇത്തരമൊരു സഹായം എത്തിക്കുന്നതിലൂടെ മകളുടെ സ്മരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം ട്രസ്റ്റ് കൈമാറും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇതൊരു ചെറിയ ആശ്വാസമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. പൂരങ്ങളുടെയും പൂരകലകളെയും സ്നേഹിക്കുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ പ്രയത്നിച്ചവരെ വിധി തട്ടിയെടുത്തപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ കടമയാണെന്ന് സുരേഷ് ഗോപി ഓർപ്പിച്ചു. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് പകരമാവില്ല ഈ സഹായമെങ്കിലും തകർന്നുപോയ ആ ജീവിതങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമേകാൻ ഈ എളിയ കരുതൽ ഉപകരിക്കട്ടെ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രത്യാശിച്ചത്. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ ദാരുണമായ സ്ഫോടനം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾക്കപ്പുറമാണെന്ന് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. പൂരങ്ങളുടെ പാരമ്പര്യമുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ ആ കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവർക്ക് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം കുറിച്ചു. വെറുമൊരു ധനസഹായം എന്നതിലുപരി ആ കുടുംബങ്ങളുടെ തീരാനഷ്ടത്തിൽ പങ്കുചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ വാക്കുകൾ പങ്കുവച്ചത്. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ലോകത്തിന് ഒന്നും സാധിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ലക്ഷ്മി സുരേഷ് ഗോപി ട്രസ്റ്റ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്. തകർന്നുപോയ ജീവിതങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമേകാൻ ആ കുടുംബങ്ങൾക്കുള്ള ഈ എളിയ കരുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ദുരന്തബാധിതരോടുള്ള അദ്ദേഹത്തിന്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തുന്നു. തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന സുമനസ്സുകളുടെ സംരക്ഷണവും സഹായഹസ്തവും എന്നും ഇത്തരം പ്രതിസന്ധികളിൽ ആ കുടുംബങ്ങൾക്ക് കൂട്ടുണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ചു. കേവലം ഒരു ആഘോഷം എന്നതിലുപരി നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുന്നവരോടുള്ള സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് തൃശ്ശൂർ ഇനിയും മുക്തമായിട്ടില്ല. രക്ഷാപ്രവർത്തനവും ശാസ്ത്രീയമായ പരിശോധനകളും ആശുപത്രിയിലെ ചികിത്സയും സമാന്തരമായി പുരോഗമിക്കുകയാണ്. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതിനോടകം 14 ഉയർന്നിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ തീവ്രത കാരണം പല മൃതദേഹങ്ങളും പൂർണ്ണ രൂപത്തിൽ കണ്ടെത്താനായിട്ടില്ല. പരിക്കേറ്റ പലരുടെയും നില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ലൈസൻസിയായ സതീഷ് അടക്കം 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലാണ്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിയതിനാൽ ശാസ്ത്രീയമായ തിരിച്ചറിയൽ പ്രക്രിയകൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇതിനായി DNA പരിശോധനകൾ നടത്തും. കാണാതായ 4 പേർക്കുള്ള വിവരങ്ങൾ ഈ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ. മുണ്ടത്തിക്കോട് സ്ഫോടനം സൃഷ്ടിച്ച കരുനയിൽ നിലനിൽക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി എംപിയുടെ ഇടപെടൽ കേവലം ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, മറിച്ച് വലിയ ആശ്വാസവും കരുതലുമാണ്. ആഘോഷങ്ങൾക്കായി രാപ്പകൽ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ജീവന് മുൻപിൽ മറ്റൊന്നിനേക്കാളും വിലയുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം സമൂഹത്തിന് നൽകുന്നത്. തന്റെ മകൾ ലക്ഷ്മി സുരേഷ് ഗോപിയുടെ ഓർമ്മയ്ക്കായി ഓരോ കുടുംബത്തിനും 1 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനം ദുരന്ത മേഖലകളിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ഇടപെടണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. മുണ്ടത്തിക്കോട് ദുരന്തം നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ സുരക്ഷിതമായ ആഘോഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. തകർന്നുപോയ കുടുംബങ്ങൾക്ക് താങ്ങായി സുമനസ്സുകൾ ഇനിയും മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.